അപ്പോഴേ ബീഫ് ബീഫ് കപ്പ ബിരിയാണി VDF ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസും നമ്മളെ വീണ്ടും വീണ്ടും കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടേതായ ഒരു ബീഫിൻ്റെ അച്ചാറിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് കോയമ്പത്തൂരിലേക്ക് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളെ നമ്മുടെ സീക്രട്ട് റെസിപ്പി ഒന്ന് കാണിക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി മുഴുവനായിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ടു കുക്ക് ട്രാവൽ. അപ്പോൾ ഇതേ 2 കിലോ ബീഫ് ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. ഈ 1 സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി. ഇത് നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ. കഴിയുന്നതും നമ്മൾ പൊടിച്ചെടുത്ത് ചേർക്കാൻ നോക്കുക. നമ്മൾ തന്നെ വാങ്ങി പൊടിച്ച് ഇട്ടിട്ടുണ്ട്. 2 കിലോയിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ തന്നെ പൊടിച്ചെടുത്താണ് ഇട്ടിട്ടുണ്ട്. അടുത്തത് കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂൺ നമ്മൾ ചേർക്കണം. നമ്മൾ പൊടിച്ചെടുത്ത മുളക് പൊടി 2 അല്ല 3 സ്പൂൺ നമുക്ക് ചേർക്കാം കേട്ടോ. 2 3 ചേർക്കുന്നുണ്ട്. നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന ഗരം മസാല, അതായത് ഏലക്കായ, ചെറിയ ജീരകം, വലിയ ജീരകം, തക്കോലം, ഗ്രാമ്പു, കുരുമുളക് ഇതൊക്കെ ഇട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്ന ഗരം മസാലയാണ്. അത് 2 സ്പൂൺ നമ്മൾ ചേർത്തുണ്ട്. ഒരു 1.25 ടീസ്പൂൺ ഉപ്പ്, 1.25 1.5. ബാക്കി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കണം. ഉപ്പ് ശകലം മുന്നിലാണെങ്കിൽ നിങ്ങൾ അച്ചാറിൽ ഉപ്പിടുമ്പോൾ അതനുസരിച്ച് കുറച്ച് ചേർക്കണം. നമ്മളിപ്പോൾ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടേതായ രീതിയിലാണ്, വേറെ പല ആളുകളും പല രീതിയിൽ ഇതിൽ നന്നായിട്ട് ചെയ്യും. നമ്മുടേതായ രീതിയിലാണ്, വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മളിത് തിരുമ്മി വെച്ചേക്കുന്ന ബീഫ് നമ്മളിത് കുക്കറിലേക്ക് ഇടുവാണ്. നമ്മളിത് മുഴുവൻ ബീഫും കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇതിനകത്ത്. നമ്മൾ ആ കുക്കറിൻ്റെ അടപ്പ് വെച്ച് നേരെ അടയ്ക്കുന്നു. വെള്ളം ചേർക്കാതെ ഒരു 5-6 വിസിലടിച്ച് നമ്മൾ വേവിച്ചെടുക്കും. എന്നിട്ടാണ് അടുത്ത പരിപാടി. ഇപ്പം നമ്മൾ ഗ്യാസിലേക്ക് അങ്ങ് വയ്ക്കുകയാണേ. വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തീ കത്തിച്ചു. ഇതിനോട് ഇരുന്നൊരു 6-7 വിസിലം കടിക്കട്ടെ. നമ്മൾ ഇറച്ചി വേവിച്ചത് വെള്ളം ഒഴിക്കാണ്ടാണ് വേവിച്ചത്. അതിനകത്തുനിന്ന് ഇത്രയും വെള്ളം വെന്ത് വന്നപ്പോൾ വന്നു. അപ്പോൾ നമ്മളത് ഇറച്ചിയിൽ തന്നെ പറ്റിച്ചെടുക്കുകയാണ്. നമ്മുടെ ബീഫിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ വെള്ളമൊക്കെ വറ്റി, ആ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ ഈ ബീഫിലേക്ക് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. എന്തായത് കൊണ്ടില്ലേ വെള്ളമില്ല. അപ്പോൾ അതെ നമ്മുടെ ബീഫ് വെന്ത് ആ ബീഫിൽ നിന്ന് അത്രയും വെള്ളം വന്നു. അത് മുഴുവൻ ഇതിനകത്ത് പറ്റി വരണ്ടങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ ആവി വരുമ്പോൾ ആവിയിൽ കൂടെ വരുന്ന സ്മെല്ല് സഹിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു സ്മെല്ലാണ്. പിന്നെ നമ്മളിവനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇവൻ അടിപൊളിയാവുള്ളൂ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ വറ്റിയുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഫ്രൈ ആയിട്ട് വരട്ടെ. ബീഫ് ഒരുമാതിരി ആയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ബീഫിലേ നമ്മൾ വേവിച്ചിട്ട് വറുത്തെടുത്തപ്പോഴും സമയമെടുത്തു. കാരണം അതിനകത്ത് ജലാംശം പറ്റിപ്പോകണം, എന്നാലാണ് ഇത് ഇരിക്കുകയുള്ളൂ.
അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അവസാന ബാച്ച് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആയി വന്ന് നമുക്ക് അച്ചാറിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ 2 കിലോ ബീഫ് വറുത്ത് വന്നപ്പോഴത്തെ ഫ്രൈ ആയി ഇത്ര ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ചാറാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോഴേ നമുക്കിത് അച്ചാറാക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടി അങ്ങ് ചൂടാകുന്നുണ്ട്. ഉരുളി ചൂടാകുമ്പോൾ നമ്മളിത് ആ എണ്ണയും ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് എണ്ണയും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കണം. കോയമ്പത്തൂരിലേക്ക് പോകേണ്ട സാധനമാണ്. അപ്പോൾ അവർക്ക് അവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 മാസം ഇരിക്കാവുന്ന രീതിയിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി സെപ്പറേറ്റ് എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. നമ്മളൊരു 5-6 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അച്ചാറ് സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ കോയമ്പത്തൂർ നേഴ്സിംഗിന് പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അവർ ഓർഡർ ചെയ്തേക്ക് വന്നത്. അവർ പറഞ്ഞു കേട്ടാൽ ഇവിടെ ഫ്രിഡ്ജിൻ്റെ സൗകര്യമില്ല, ഫ്രിഡ്ജിലൊന്നും വെക്കാനുള്ളൊരു അവസ്ഥയില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ദിവസം ഇരിക്കുന്ന രീതിയിൽ ചെയ്തു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല ഫ്രൈ ആക്കി എടുത്തത്. അതായത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മാക്സിമം വെള്ളം മൊത്തം വറ്റിച്ച് തന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു 90% ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യുവാൻ നമുക്ക് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലൊക്കെ വീണപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. 1, 2. ഓക്കെ. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കാശ്മീരി മുളക് മേടിച്ച് പൊടിച്ച് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 100-120 ഗ്രാം ചേർക്കണം. അപ്പോൾ ഇതിനകത്തൊരു 15 ടീസ്പൂണോളം ചേർക്കണം. 2. നമ്മളെടുത്ത് അളന്നെടുത്ത് വെച്ചേക്കാണ്. നിങ്ങൾക്കൊരളവ് കിട്ടാൻ വേണ്ടി ഞാൻ സ്പൂൺ ഇട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിച്ച സ്പൂണാണെങ്കിൽ ഒരു 15 ടീസ്പൂൺ. ഈ കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാൻ. ഒരു 2 ടീസ്പൂൺ
കുരുമുളക് പൊടി ടീസ്പൂണിൽ തന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി. ബീഫ് ആയാലും ബീഫിന് ഇത്തിരി മസാല എരിവൊക്കെ മുന്നേ വെക്കണം. ഇനി നമ്മുടെ സ്പെഷ്യൽ മസാല 2 സ്പൂൺ. ബീഫ് നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റേതായ ഒരു രാജകീയത വേണമല്ലോ, നമ്മളിങ്ങനെയൊക്കെ ചെയ്യും. രണ്ട് സ്പൂൺ ഉലുവ ചേർത്ത് വറുത്ത് പൊടിച്ചാണ്. അപ്പോൾ ഈ 2 കിലോ ബീഫിലേക്ക് നമുക്കൊരു 40 ഗ്രാം കായം ചേർക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 25 ഗ്രാം ഇപ്പം ചേർക്കും. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് അടുത്ത് വിടാം. ഓക്കെ, അത് കായം എടുക്കണതിൻ്റെ പകുതിയാണ് ഉലുവ പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ. കുറച്ച് എണ്ണയും കൂടെ ചേർക്കണം. ഇളക്കി മിക്സ് ചെയ്തിട്ട് എണ്ണ ചേർക്കും വെച്ചിട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഒരു 200 ml 150-200 ml നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളത് അല്ലാണ്ട് ഉപ്പ് ചേർക്കാണ്ട് വേവിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ രണ്ടാമത് അതിനകത്ത് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബീഫ് കൊടുക്കാം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണ്ടി വരും, എന്നാലും നോക്കിയിട്ട് ചേർക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ സാധനവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായവും ഉലുവയും വിനീഗർ ഉപ്പ് മാത്രമാണ് ഈ ചേർക്കാനുള്ളത്. ഇളക്കി നോക്കിയിട്ട് ചേർക്കാൻ പറ്റും. കുറച്ച് കായം വേണ്ടി വരും. കായത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് കുറച്ച് കായത്തിൻ്റെ കുറവുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതാണ് കറക്റ്റ്. ആ 40 ഗ്രാം കായം നമുക്ക് വേണം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിനകത്ത് വരുന്ന 25 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പകുതി ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കാം. നമ്മുടെ അച്ചാറിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള നമ്മുടെ സീക്രട്ട് റെസിപ്പി ചേർത്ത് കൊടുക്കുക. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 3 4 ഇനി നോക്കാം, ഇളക്കി നോക്കാം. അതെ, നമ്മുടെ ബീഫ് അച്ചാർ അടിപൊളിയായിട്ടുള്ള റെഡിയായി. നല്ല കട്ടി ഗ്രേവി, നല്ലോണം പീസ്. 2 കിലോ ബീഫ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കണേ. ഉണ്ടോ? അതെ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെറ്റായിട്ട് നല്ല കട്ടി ഗ്രേവിയും അടിപൊളി പീസുകളും നല്ലോണം പീസ് ഉണ്ടായിരുന്നത്. 2 കിലോ ബീഫ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വെയിറ്റ് കുറഞ്ഞ് പോകുമല്ലോ. ഈ ബീഫ് കുറവാണെന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും എടുത്തിട്ട് പോകുന്നത്. കണ്ടോ? ഇതേപോലെയുള്ള അടിപൊളി അച്ചാറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫോൺ എടുത്ത് വിളിച്ച് കഴിയുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നല്ല അയച്ചു തരും. അതുകൊണ്ടോ? അതേ എണ്ണ കളഞ്ഞിട്ട് ഇടിച്ച് തരുന്നത്. നമ്മൾ നല്ലെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ
ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഇതേപോലെയുള്ള അടിപൊളി വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.